മണി ആൻഡ് എക്കോണമി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത്ര ആവശ്യമില്ലാത്ത, നമ്മൾ കേട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ബാങ്കുകളെ പറ്റിയില്ലേ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. ഈ ബാങ്കിൽ ഉള്ള പ്രധാനപ്പെട്ട മോഡേൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ. എന്തുവാണ് സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ? എന്തുവാണ് സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എന്താ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് ക്രെഡിറ്റ്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം അല്ലേ. എന്താണ് കടം? ഓക്കെ, കടം വാങ്ങുന്നതിനാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ആ വാക്ക് അങ്ങ് സെറ്റാക്കി വെക്കുക. അപ്പോൾ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എന്തുവാണ്? കടം. ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ എന്താ? ബാങ്ക് കടമായി നമുക്ക് പൈസ തരുന്നു, നമ്മളത് ചിലവാക്കിയിട്ട് പിന്നീട് ബാങ്കിന് എന്ത് ചെയ്യുന്നു? തിരിച്ചടച്ചു കൊടുക്കുന്നു. അപ്പോൾ കടം എന്നാണ് പറയുന്നത് ക്രെഡിറ്റ്. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കടം വാങ്ങാൻ പറ്റുന്നത്? രണ്ട് സോഴ്സുകളായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ. നിങ്ങളിപ്പോൾ കടം വാങ്ങിച്ചു തുടങ്ങുന്നത്, നിങ്ങൾ എവിടെ നിന്നായിരിക്കും കടം വാങ്ങുന്നത്? ഒരു മുട്ടായി വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ബേക്കറി കയറി എന്തെങ്കിലും കഴിക്കാൻ കടം എവിടെ നിന്ന് വാങ്ങും? കൂട്ടുകാരന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങും അല്ലേ. കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ഇനി വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് കടമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ വലിയ ആൾക്കാരായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൈസയുടെ ആവശ്യം വരുന്നു. ഉറപ്പായിട്ടും പൈസയുടെ ആവശ്യം വരും. എപ്പോഴും നമ്മുടെ കയ്യിൽ കാശുണ്ടാവണമെന്നില്ല. അപ്പോൾ പൈസ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? കടം വാങ്ങും. രണ്ട് തരത്തിലാണ് കടം വാങ്ങാൻ പറ്റുന്നത്. ഒന്ന്, ബാങ്കിൽ പോയിട്ട് എന്തെടുക്കാം? ലോൺ എടുക്കാം. അല്ലെ, ലോണിൽ കാർ വാങ്ങിച്ചു, ലോണിൽ വീട് വെച്ചു, വിദ്യാഭ്യാസ ലോൺ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എവിടെ നിന്നായിരിക്കും? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാം, മറ്റ് കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാം. ഇനി ചില ലോക്കൽ മണി ലെൻഡേഴ്സ് ഉണ്ട്. നമ്മൾ പലിശക്കാരെന്നാണ് ഇവർ പറയുന്നത്. കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടാവും കുറച്ച് ആൾക്കാരല്ലേ. ഇവർ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡോക്യുമെൻ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ പൈസ ചോദിക്കുമ്പോൾ ഒരു കടം തരും. പക്ഷേ നല്ല പലിശയ്ക്ക് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടിയും വരും അല്ലേ. അല്ലെങ്കിൽ ഗുണ്ടകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കടത്ത് രണ്ടിടത്തിരിക്കാം. ഒന്ന്, നിയമപരമായിട്ട് കടം കൊടുക്കാനായിട്ട് അധികാരമുള്ള സ്ഥാപനങ്ങൾ, ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മൈക്രോ ഫൈനാൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാം നിയമപരമായിട്ടാണ് നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾ അതിനെന്ത് വിളിക്കും? ഫോർമൽ ക്രെഡിറ്റ് എന്ന് വിളിക്കും. ഇത് വിളിക്കും ഫോർമൽ ക്രെഡിറ്റ്. എന്നാൽ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന്, വീട്ടുകാരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോക്കൽ മണി ലെൻഡേഴ്സ് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. വട്ടിപ്പലിശക്കാരെന്നൊക്കെ പറയും നമ്മൾ അല്ലേ. ഈ പറയുന്ന ഒരു ബാഗ് കയ്യിലിങ്ങനെ ഇടുക്കിയിട്ട് പലിശ പിരിക്കാൻ നടക്കുന്ന ആൾക്കാരൊക്കെ പറ്റി നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. അത് സിനിമയിലെങ്കിലും എന്നിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരാണ് ഇൻഫോർമൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാ ക്രെഡിറ്റ്? അപ്പോൾ അതിനോട്ട് പോകുന്നതിന് മുമ്പ് അല്ലേ, എന്തിനാ കടം വാങ്ങുന്നത്? നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് കടം വാങ്ങാം. അല്ലെങ്കിൽ മെയിനായിട്ട് കടം വാങ്ങുന്ന ആരാ? ബിസിനസ്സുകാരാണ് അല്ലേ. ഈ പറയുന്ന എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നവരാണ് ബിസിനസ്സുകാരെന്ന് പറയുന്നത്. അവരെന്തിനു വേണ്ടിയിട്ട് പൈസ കടം വാങ്ങും? പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി കടം വാങ്ങും, ഉള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കടം വാങ്ങും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യും? കടം വാങ്ങും. ഇത് എൻ്റർപ്രണേഴ്സിൻ്റെ. വ്യക്തികൾ എന്തിനാണ് കടം വാങ്ങുന്നത്? ഒരു സാമ്പത്തിക എമർജൻസി, അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി ആകാം, വിദ്യാഭ്യാസത്തിനാകാം, കാറ് വാങ്ങാനാകാം, വീട് വാങ്ങാനാകാം, എല്ലാം കടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? ഫോർമൽ എന്നും ഇൻഫോർമൽ എന്നും. ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്, അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്? ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ്. എന്താണ് ഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ക്രെഡിറ്റ് ദാറ്റ് ആർ ഫ്രം ദ ഓർഗനൈസ്ഡ്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കടം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഏൽപ്പിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. ഈ ഫ്ലോ ചാർട്ട് നോക്കിയേ. ക്രെഡിറ്റിന് നമുക്ക് എത്ര തിരിക്കാൻ പറ്റും? രണ്ടായിട്ട്. ഒന്നാമത്തേതാണ് ഫോർമൽ ക്രെഡിറ്റ്, രണ്ടാമത്തേതാണ് എന്ത്? ഇൻഫോർമൽ ക്രെഡിറ്റ്. ഫോർമൽ എന്ന് പറയുമ്പോൾ ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതുപോലെയാണ് എന്ത്? മൈക്രോ ഫൈനാൻസുകളും. ഇതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, മൈക്രോ ഫൈനാൻസ് ഒക്കെ ഏതാണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നതനുസരിച്ച് ഏതാണ്ട് ഒരുപോലെ നിങ്ങൾക്ക് കണക്കാക്കാം. ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ലോക്കൽ മണി ലെൻഡേഴ്സ്, വട്ടിപ്പലിശക്കാർ, കൂട്ടുകാർ, ബന്ധുക്കൾ, അതുപോലെ മറ്റേതെങ്കിലും ഈട് കൊടുത്തോ പണയം വെച്ചോ ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നല്ലാതെ വാങ്ങുന്ന കടമൊക്കെ എന്താണ്? ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ക്രെഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ വെഞ്ചർ തുടങ്ങാൻ, പുതിയ ബിസിനസ് തുടങ്ങാൻ, ഉള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ, പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ക്രെഡിറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. അല്ല, ഏതൊരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെയും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് കടമാണ്. കടത്തെ എത്ര തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്നും ഇൻഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്നും. ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓർഗനൈസ് ചെയ്തിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള, റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വാങ്ങുന്ന കടങ്ങൾ. ഫോർ എക്സാമ്പിൾ ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ കോ ഓപ്പറേറ്റീവുകൾ. ഇത് RBI, SEBI, IRDA, NHB ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ലേ. ഇവരൊക്കെ കൺട്രോൾ ചെയ്യും. ഓക്കെ.
കൂടുതൽ പലിശയൊന്നും വാങ്ങാൻ പറ്റത്തില്ല. പലിശയൊക്കെ ഒരു കളവിലായിരിക്കും. വ്യക്തമായ കണക്കും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കും നമുക്ക് തന്ന പൈസയ്ക്കും ഒക്കെ കണക്കുണ്ടാവും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അൺഓർഗനൈസ്ഡ് ആയിരിക്കും, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിരിക്കും. അവിടെ നിയമവും കാര്യമൊന്നും ഇല്ല. ലോക്കൽ മണി ലെൻഡേഴ്സ്, കൂട്ടുകാർ, ബന്ധുക്കൾ, ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങുന്നത് ശ്രദ്ധിക്കുക. നോട്ട് റെഗുലേറ്റഡ്. ഇവിടെ ഇതിനെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടാവുന്നില്ല. ഓഫൺ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവർ കൂടുതൽ പലിശയ്ക്കാണ് പൈസ തരുന്നത്. അതിന് തന്നെ കാരണമുണ്ട്. അപ്പോൾ ഞാൻ വ്യക്തമാക്കി തരാം. അപ്പോൾ ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടത്തില്ല. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതിലേത് നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഫോർമൽ സോഴ്സാണ് നല്ലത്, പലിശ കുറവാണ്, അല്ലേ, കൃത്യമായ കണക്കുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും കടം തരത്തില്ല. കാരണം നമുക്കറിയാം, കടം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? ഒന്നുകിൽ ബാങ്കിൽ നമ്മൾ വിശ്വാസം ഉണ്ടാവണം. നമ്മളിവിടെ പഠിച്ചു, കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ പഠിച്ചു. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? കൊളാറ്ററൽ ഉണ്ടാകണം. എന്തുണ്ടാകണം? കൊളാറ്ററൽ. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഈട് കൊടുക്കണം. അതായത് നമ്മൾ പൈസ വാങ്ങിച്ച് മുങ്ങിയാൽ ബാങ്കിന് പൈസ തിരിച്ചു പിടിക്കണ്ടേ? ജപ്തി നടപടികൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത കേൾക്കാറില്ലേ? അല്ലേ, ജപ്തി, പൈസ അടയ്ക്കാത്തത് കൊണ്ട് വീട് ജപ്തി ചെയ്തു, കുടുംബക്കാരെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്ത് വേണം? കൊളാറ്ററൽ വേണം, അല്ലേ? അപ്പോൾ ഈടുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്കും എന്ത് കിട്ടത്തില്ല? ഫോർമലായിട്ടുള്ള ലോണ് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത്? ഇൻഫോർമലിലോട്ട് പോകുന്നത്. കാരണം ലോക്കൽ മണി ലെൻഡറിന് ഈടൊന്നും വേണ്ട. അവൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും? വാങ്ങാൻ അവൻ അറിയാം. അതാണ് സംഭവം. കൂട്ടുകാരും റിലേറ്റീവ്സും വിശ്വാസത്തിന് പുറത്ത് വരുന്നു. മറ്റു മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഈ പറയുന്ന പോലെ ഇത്രത്തോളം നൂലാമാലകളോ പ്രൊസീജിയറുകളോ ഇല്ല, പെട്ടെന്ന് കാശ് കിട്ടും. അതുകൊണ്ടാണ് ആൾക്കാർ എന്തിലോട്ട് പോകുന്നത്? ഇൻഫോർമലിലോട്ട് പോകുന്നത്. അപ്പോൾ ക്രെഡിറ്റ് രണ്ട് രീതിയിലാണ്, ഫോർമലും ഇൻഫോർമലും. ഫോർമലും ഇൻഫോർമലും. നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യം നോക്കി. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഫോർമൽ ക്രെഡിറ്റ് ഒരു രാജ്യത്ത് കൂടുന്നുണ്ടെങ്കിൽ അതത്ര നല്ലതല്ല. കാരണം നമ്മൾ കൂടിയ പലിശയാണ് കൊടുക്കുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിൻ്റെ നല്ലൊരു പങ്ക് എന്ത് ചെയ്യണം? പലിശയായിട്ട് കൊടുക്കണം. പലിശക്കടത്തിലൊക്കെ മുങ്ങി പല പല ബിസിനസ്സുകളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. പല പല കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇൻഫോർമൽ നല്ലതല്ല. ഇൻഫോർമൽ ക്രെഡിറ്റ് നല്ലതല്ല. കൂട്ടുകാരുടെ കയ്യിൽ നിന്നും വീട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത് പോലും പ്രശ്നമാണല്ലേ? കുറച്ച് നിങ്ങൾ നേരെ ചോദിക്കുക, ഒരു കൂട്ടുകാരൻ്റെ നിങ്ങൾ കടം വാങ്ങിച്ചു, അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ കൂട്ടുകാരനെ നമുക്ക് നേരെ ഫേസ് ചെയ്യാൻ പറ്റുമോ? ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാതാവും. ഇതുപോലെ തന്നെയാണ് ബന്ധുക്കളുടെ ഇടയിൽ. അതുകൊണ്ട് മാക്സിമം കടം വാങ്ങാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ഉണ്ടായാൽ തന്നെ എന്ത് ചെയ്യുക? അത് ഫോർമലായിട്ട് കടം തരുന്നതിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വാങ്ങാനുള്ള ഗേറ്റ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കണം. അതിനാണ് നിങ്ങളുടെ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നത്? പഠിച്ച് ജോലി വാങ്ങാൻ പറയുന്നത്. ജോലിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരും എന്ത് തരും? കടം തരും. കാരണം നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള വകുപ്പുണ്ട്. പണിയും വേലയും കൂലി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടും. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരിക്കലും ഇൻഫോർമലോട്ട് നിങ്ങൾ പോകരുത്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലെ ഇൻഫോർമലിൻ്റെ കുറച്ച് ഡേറ്റാസ് നോക്കാം. ഓക്കെ, ദ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ കേരള ഡ്യൂറിങ് വേരിയസ് പീരീഡ്സ് ആർ ഗിവൺ ബിലോ. 2019, 2020, 2021 3 വർഷങ്ങളിൽ ജനുവരി ഏപ്രിൽ മാസത്തിൽ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് കടം വാങ്ങിയിട്ടുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. 68% ബാങ്കുകളിൽ നിന്ന് വാങ്ങിച്ചു. അത് കുറഞ്ഞ് 48ആയി. ഒരു വർഷം കൊണ്ട് കഴിഞ്ഞപ്പോൾ കുറഞ്ഞ് 44%. അപ്പം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും, ബാങ്കിൽ നിന്ന് ആൾക്കാർ വാങ്ങുന്ന ക്രെഡിറ്റ് അല്ലെങ്കിൽ കടത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അടുത്ത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിയാൽ 6.29, 21, 13. അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ 8.8 ആയിരുന്നു, 17ആയി, 43ആയി. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇതെന്ത് ചെയ്തു? കൂടി. ലോക്കൽ മണി ലെൻഡേഴ്സ് 8, 3, 4. അപ്പോൾ എന്താണ്? കുറയുകയാണ് ചെയ്തത്. ഇനി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് 7, 6, 2. അതും എന്ത് ചെയ്തു? കുറയുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ മനസ്സിലായി? ഒന്ന്, ബാങ്കുകളിൽ നിന്നുള്ളതും ലോക്കൽ മണി ലെൻഡേഴ്സിൻ്റെ അടുത്തു നിന്നുള്ളതും കൂട്ടുകാരുടെ അടുത്തു നിന്നും വീട്ടുകാരുടെ അടുത്തു നിന്നും വാങ്ങുന്ന കടങ്ങളുടെ അളവ് നമ്മളുടെ കേരളത്തിൽ ഓരോ വർഷം കഴിയുമ്പോഴും കുറഞ്ഞു വരുന്നു. സ്വയം സഹായ സംഘങ്ങളിൽ നിന്നുള്ള ലോൺ കൂടുന്നു. ഈ നോൺ ബാങ്കിങ്ങിനകത്ത് വലിയ മാറ്റമൊന്നും വരുന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ കടം വാങ്ങുന്ന ആരൊക്കെയാണ്? ഹൈ ഇൻകം ഗ്രൂപ്പുകാരുണ്ട്. അതാണ് ഈ പറയുന്ന ബാങ്കുകൾ കടം കൊടുക്കുന്നത്. നല്ല വരുമാനമുള്ളവന് ബാങ്കിന് കടം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നായിട്ട് നടക്കും. പക്ഷേ പ്രശ്നം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് ബാങ്ക് പെട്ടെന്ന് ലോൺ കൊടുക്കത്തില്ല. അപ്പോൾ അവരായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഈ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ലോൺ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വന്നതിന് ശേഷം ഇപ്പോൾ സാധാരണ വീട്ടമ്മമാർ
ഈ സ്വയം സഹായ സംഘങ്ങൾ അറിയാലോ, കുടുംബശ്രീ പോലെയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീടിനടുത്തുണ്ടാവും ഈ സ്വയം സഹായ സംഘം എന്ന് വെച്ചാൽ ഒരു 5-10 ആൾക്കാർ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് അവരെല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലും കുറച്ച് പൈസ വെച്ചിടും. ഈ പൈസ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അതൊരു തുകയായി കഴിയുമ്പോഴത്തേക്കും ബാങ്കുകൾ തന്നെ ഇവർക്ക് എന്ത് കൊടുക്കും? ലോൺ കൊടുക്കും. ഓണത്തിന് ബോണസ് കിട്ടാറുണ്ട്. നിങ്ങളുടെയൊക്കെ അമ്മയോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഒരു മാമിയോ എങ്കിലും ഉറപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, സ്ഥിര വരുമാനം ഇല്ലാത്ത, സ്ഥിര ജോലി ഇല്ലാത്തവർക്കും ചെറിയ തോതിൽ എന്ത് കിട്ടി തുടങ്ങി? ക്രെഡിറ്റ് കിട്ടി തുടങ്ങി. ഇതിൻ്റെ ഗുണം എന്താ? ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് ഫോർമൽ ക്രെഡിറ്റ് ആണ്. അത് ബാങ്ക് കൊടുക്കുന്നതാണ്. കൊള്ള പലിശയൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. സോ മണി ലെൻഡേഴ്സിൻ്റെയും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെയും കടത്തിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ ലോൺ ഷെയർ ഫ്രം ദ ബാങ്ക് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലോൺ ഷെയർ ഫ്രം ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ്? ബാങ്കുകൾക്ക് ഈ ലോൺ കൊടുക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ 10 പേര് ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. 10 പേർക്ക് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഒരാൾ ബാങ്കിൽ പോയിട്ട് ചോദിക്കണം, ഏട്ടാ എനിക്കൊരു ലോൺ വേണമെന്ന് പറയുമ്പോൾ അവർ പറയും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പോരാ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ലോൺ തരാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങളൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പായി കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്ത് ചെയ്യും? ആഴ്ചയിൽ ഒരാൾ 10 വെച്ചിടും. ആയിക്കോട്ടെ, 10 പേരായപ്പോൾ എത്രയായി? ഈ പൈസ എന്ത് ചെയ്യുന്നു? ഒരു ബാങ്കിൽ കൊണ്ടെടുത്തു. അങ്ങനെ ഒരു കൊല്ലം ആകുമ്പോൾ എത്ര രൂപയായി? നല്ലൊരു പൈസയായി. മാത്രമല്ല ബാങ്കിന് ലോൺ തരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഗുണം. ഒരാളല്ല ലോൺ എടുക്കുന്നത്. അതായത് നമ്മളൊരു 10 പേര് ചേർന്നൊരു ഗ്രൂപ്പ് ലോൺ എടുക്കുമ്പോഴത്തേക്കും ഈ 10 പേർക്കുമാണ് ഉത്തരവാദിത്വം. അപ്പോൾ ഒരുത്തൻ മുങ്ങിക്കഴിഞ്ഞാൽ അവൻ ആരോ ഈ പറഞ്ഞ ബാക്കി 9 പേര് നോക്കിക്കൊണ്ട് വന്നോളും. ബാങ്കിന് സേഫാണ്, ബാങ്കിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? കാരണം ഒരുത്തൻ ലോൺ അടയ്ക്കാതെ മുങ്ങിയാൽ ഈ 10 പേർക്ക് നോട്ടീസ് പോകും. സോ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി വരുന്നതുകൊണ്ട് ബാങ്കിന് ഈസിയാണ്. സോ ബാങ്ക് സന്തോഷത്തോടെ ലോൺ കൊടുക്കുന്നു, ആൾക്കാർക്ക് ലോൺ കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഫോർമലും ഇൻഫോർമലും. ഓക്കെ, ഫോർമൽ ഇൻഫോർമൽ മനസ്സിലായി കാണുമല്ലോ. ഫോർമൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചോദ്യത്തിന് ഉത്തരം ഞാനിവിടെ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഇത്രയേ ഉള്ളൂ കാര്യം. എന്താണ്? ഒന്ന്, ഫൈൻഡ് ഔട്ട് ദ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിക്രീസ് ചെയ്യാൻ കാരണം? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് കൂടുതൽ ലോണ് കൊടുക്കാൻ പറ്റും. ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ലോക്കൽ മണി ലെൻഡേഴ്സ് ഓൺ ദ ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് കേരള. ലോക്കൽ മണി ലെൻഡേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ്. കാരണം ആൾക്കാർക്ക് അവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ലോണ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് ഫോർമലാണ്. ഫോർമൽ ഡയറക്റ്റായിട്ട് കിട്ടാത്തവർക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴി ഫോർമൽ ലോൺ വാങ്ങാനായിട്ട് പറ്റും. മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നൊരു ഭാഗമാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ. ഇത് വേറെ രീതിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബാങ്ക് അവർക്ക് കിട്ടിയ ഡെപ്പോസിറ്റിൽ നിന്നും എത്ര രൂപ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഒരു ബാങ്ക് അവരുടെ കയ്യിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റിൽ നിന്നും എത്ര രൂപ കടം കൊടുക്കും. ഇതിനാണ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. എന്താ ഡെഫിനിഷൻ? ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് യൂസ്ഡ് ഫോർ ലെൻഡിങ്. ബാങ്കിന് പൈസ കിട്ടുന്ന എവിടുന്ന? ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലേ? ഇപ്പം നമുക്ക് ഇതാണ് ബാങ്ക് എന്ന് വിചാരിക്കുക, നമ്മൾ അങ്ങോട്ട് കൊണ്ട് എന്ത് ചെയ്യും? കാശ് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഡെപ്പോസിറ്റ് ബാങ്കിലുണ്ട്. ഇതിൻ്റെ എത്ര ശതമാനം എടുത്തിട്ടാണ് ബാങ്ക് എന്ത് കൊടുക്കുന്നത്? ലോണ് കൊടുക്കുന്നത് എന്നതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ അഥവാ CDR എന്ന് പറയുന്നത്. എങ്ങനെ കിട്ടും? ലോണ് ബൈ ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ മുന്നേ പഠിച്ചു ബാങ്കുകൾ എത്ര രൂപ കടം കൊടുക്കണം, എങ്ങനെ കടം കൊടുക്കണം എന്ന കാര്യമൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? റിസർവ് ബാങ്കാണ്. ഈ CDR റേഷ്യോ കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് തന്നെയാണ്. ഇത് കൂടാം, ഇത് കുറയാം, ഇത് കൂടാം, ഇത് കുറയാം. അപ്പോൾ നോക്കിക്കോ, the credit deposit ratio measures the proportion of banks deposit that are used for loan. ലോണിന് വേണ്ടി എത്ര രൂപയാണ് ബാങ്കിന് കൊടുക്കാൻ സാധിക്കുന്നത്? അത് RBI പറയുന്നത് കൊടുക്കുക. കാരണം ബാങ്കിന് ഈ വാങ്ങുന്ന 100% കടം കൊടുക്കാൻ തന്നെയാണ് ഇഷ്ടം. കാരണം ബാങ്കിന് വരുമാനം കിട്ടും. പക്ഷെ അങ്ങനെ കടം കൊടുത്താൽ ആവശ്യക്കാരെ വന്ന് പൈസ ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. ബാങ്ക് അവിടെ പൊളിയും, സാമ്പത്തികമായിട്ട് അവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല. മൊത്തമുള്ളതിൽ എത്ര ശതമാനം? 20% 30% 50% എത്ര എന്നുള്ളത് RBI എന്ത് ചെയ്യും? തീരുമാനിക്കും. ഇറ്റ് ഈസ് മോണിറ്റേർഡ് ബൈ RBI. ഇനി നോക്കുക, ഇത് കൂടാം, ഇത് കുറയാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കിയോ, കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ ബാങ്ക് ഒരുപാട് പൈസ എന്ത് ചെയ്തിട്ടുണ്ട്? കടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ നാട്ടിലെ ആൾക്കാർക്ക് ലോൺ ഒരുപാട് ആവശ്യമാണ്. നോക്കിയേ, ലാർജ് പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് കടം കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഹൈ CDR റേറ്റ് എന്നാണ്. അപ്പോൾ CDR റേറ്റ് കൂടാൻ കാരണം എന്താണ്? ബാങ്ക് ഇപ്പോൾ ഒരു മൊത്തമുള്ള 100% ഡെപ്പോസിറ്റിൻ്റെ ഒരു 70% ബാങ്ക് എന്ത് ചെയ്തേക്കുകയാണ്? ലോണായിട്ട് കൊടുത്തേക്കുകയാണെങ്കിൽ ഹൈ CDR റേറ്റ് ആണ്. റിസ്ക് ആണ് അല്ലേ? ഇതെന്താണ്? ഭയങ്കര റിസ്ക് ആണ്. ഇറ്റ് ഈസ് ടു ഹൈ അല്ലേ? റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര കൂടുതലാണ്. കാരണം എന്താ? പെട്ടെന്നൊരു ആവശ്യം വന്ന് ഈ പറയുന്ന കസ്റ്റമേഴ്സൊക്കെ പൈസ പിൻവലിക്കാൻ വന്നാൽ ബാങ്ക് പെട്ടുപോകും.
അപ്പോൾ അവർ റിസ്ക് എടുത്താണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ? എടാ ലോൺ ഒരാൾ വാങ്ങുക എന്ന് വെച്ചാൽ ആ നാട്ടിൽ സാമ്പത്തിക ഇടപാട് നന്നായിട്ട് നടക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കി, അവിടെ ബിസിനസ് നമ്മൾ ആദ്യമേ പറഞ്ഞു, പ്രധാനമായിട്ടും കടം വാങ്ങുന്നത് എന്തിനാണ്? ബിസിനസ്സിനാണ്. ബിസിനസ് കൂടുന്നു എന്ന അർത്ഥം. ബിസിനസ് കൂടുന്നു എന്ന് വെച്ചാൽ ഉൽപ്പാദനം കൂടുന്നു. ഉൽപ്പാദനം കൂടുന്നു എന്ന് വെച്ചാൽ രാജ്യത്തിന് സാമ്പത്തിക വികസനം ഉണ്ടാകുന്നു എന്നാണ്. ആക്റ്റീവ് അപ്പോൾ എന്താ കാണിക്കുന്ന? ഹൈ CDR റേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബാങ്ക് അവരുടെ വലിയ തുക എന്ത് ചെയ്തു? ലോണായിട്ട് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ആക്റ്റീവ് ക്രെഡിറ്റ് ഫ്ലോ മേ റിഫ്ലക്റ്റ് ഹയർ ഡിമാൻഡ് ഫോർ ലോൺ. അല്ലേ? എന്താണ് അവിടെ? ക്രെഡിറ്റ് ഫ്ലോ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കടം കൊടുക്കലും വാങ്ങലും നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ പൈസ ബാങ്കിന് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു ശതമാനം രാജ്യത്തിൻ്റെ ഇൻകമായിട്ട് മാറുന്നുണ്ട്, എല്ലാം നല്ല കാര്യം. പക്ഷേ ഹൈ റിസ്ക് ആണ്. റിസ്ക് ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, ഹൈ റിസ്ക് ആണ്. ഇനി ലോ CDR റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ബാങ്ക് വളരെ ചെറിയൊരു തുക മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡെപ്പോസിറ്റിൽ നിന്ന് ലോണിന് കൊടുക്കുന്നുള്ളൂ. അതിന് എന്താ? ലിമിറ്റഡ് ക്രെഡിറ്റ് ഗ്രോത്ത് ആണ്. അപ്പോൾ ലോൺ ഒന്നും നടക്കുന്നില്ലെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ആരും പൈസ ചിലവാക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾ വിചാരിക്കും അതല്ലേ നല്ലത്, പൈസ ബാങ്ക് സേവ് ചെയ്തിട്ടേക്ക് നല്ലത്. പക്ഷേ വ്യക്തിക്ക് അത് നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നാട്ടിൽ ഒരു വികസനം ഉണ്ടാകത്തില്ല. എൻ്റെ കാശ് ഞാൻ എൻ്റെ പോക്കറ്റിൽ എൻ്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അത് മാർക്കറ്റിൽ പോകണം, അത് സാധനങ്ങളായി മാറണം, അത് സേവനങ്ങളായി മാറണം, അതിന് കൊടുക്കണം. അപ്പോഴേ രാജ്യത്തിന് എന്തുണ്ടാവുള്ളൂ? ഗ്രോത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പൈസയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. നമ്മുടെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഉൽപ്പാദനമാണ്. പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ രാജ്യമുള്ളൂ. രാജ്യത്തൊന്നും ഉൽപ്പാദിപ്പിക്കാതെ എല്ലാം വീട്ടിൽ ചൊറിയും കുത്തിരുന്ന് കഴിഞ്ഞിട്ട് കുറേ പൈസ അക്കൗണ്ട് ഇട്ടിട്ട് കാര്യമില്ല. പൈസയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ? അറിയാമല്ലോ, ഫോർമൽ, ഇൻഫോർമൽ, ഹൗ ദേ ഫംഗ്ഷൻ ഇൻ ദ എക്കോണമിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആന്ധ്രാപ്രദേശ്, ആസാം, തമിഴ്നാട്, കേരളം, പഞ്ചാബ്. ഓക്കെ, PUNJAB അല്ലേ പഞ്ചാബ്? അതോ PANJAB ആണോ? അല്ലേ? പഞ്ചാബിൻ്റെ സ്പെല്ലിങ്സ് ഇതാണോ? എനിക്കൊരു സംശയം. ശരി, അപ്പോൾ നോക്കിക്കോ. അപ്പോൾ നമുക്കിതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ആന്ധ്രാപ്രദേശിൽ 136.2 എന്ത്? CDR എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ. തമിഴ്നാടിൽ 103 ഉണ്ട്. എന്നാൽ ആസാമിൽ, പഞ്ചാബിൽ ഇത് ഭയങ്കര കുറവാണ്. കേരളത്തിലാണെങ്കിൽ ഒരു മോഡറേറ്റും ആണ്. ഇത് മാറുന്ന നോക്കിയേ, 22 ആയപ്പോഴത്തേക്കും അത് കൂടി 145ആയി, വീണ്ടും കൂടി 155ആയി, 37 42ആയി, 42 47ആയി, 103 99ആയി കുറഞ്ഞു, വീണ്ടും 104 കൂടി, 64 എന്നുള്ള 65 കൂടി, 72 കൂടുന്നുണ്ട്. സോ ബേസിക്കലി അപ്പോൾ വർഷങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. പക്ഷെ സംഭവിക്കുന്ന മാറ്റം എന്താ? സ്റ്റേറ്റുകൾ നോക്കുമ്പോഴാണ്. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും CDR റേറ്റ് കൂടുതലാണ്. ആസാമിലും പഞ്ചാബിലും അത് കുറവാണ്. കേരളത്തിൽ മോഡറേറ്റ് ആണ്. എന്തായിരിക്കും കാരണം? ഇത്രയേ ഉള്ളൂ സംഭവം. കാരണം ആന്ധ്രാപ്രദേശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാവസായികമായിട്ട് ഒരുപാട് മുന്നേ നിൽക്കുന്ന സംസ്ഥാനമാണ്. തമിഴ്നാടായാലും ശരി തന്നെ അല്ലേ? നമ്മുടെ കേരളം പോലെയാണോ? അല്ല. ആസാം പോലെയാണോ? അല്ല. ഇതൊക്കെ എന്താണ്? വ്യാവസായിക ഇൻഡസ്ട്രി ബിസിനസ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ബിസിനസ്സുകാർക്ക് എന്ത് വേണം? ലോൺ വേണം. അപ്പോൾ ആ ലോൺ ആര് കൊടുക്കും? ബാങ്ക് കൊടുക്കും. കാരണം അവർ ബിസിനസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഉൽപ്പാദനം കൂടുതലാണ്. ആ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ പ്രൊഡക്ഷനും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ സ്റ്റേറ്റിൻ്റെ വരുമാനവും കൂടുതലായിരിക്കും. സോ നല്ലൊരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന സ്റ്റേറ്റുകൾക്ക് കൂടുതലും ചില സ്റ്റേറ്റിന് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. നോക്കിക്കോ, ഹൈ CDR റേറ്റ് എവിടെയൊക്കെയുണ്ട്? ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഹൈ ഇൻഡസ്ട്രിയൽ ഓർ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. അവിടെ ഈ പറഞ്ഞ വ്യാവസായികമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലാണ്. സോ കൂടുതൽ ലോണിൻ്റെ ആവശ്യമുണ്ട്, കൂടുതൽ ക്രെഡിറ്റിൻ്റെ ആവശ്യം ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള എൻ്റർപ്രണർഷിപ്പും ബിസിനസ് എക്സ്പാൻഷൻ നടക്കുന്നത് കൊണ്ടും ഹയർ അഗ്രികൾച്ചർ റേറ്റ് നടക്കുന്നത് കൊണ്ടും ഈ പറയുന്ന സ്ഥലത്ത് കൂടുതലാണ്. ചില സ്ഥലത്ത് കുറവാണ്. എന്തുകൊണ്ടായിരിക്കും? അവിടെ കൂടുതലായിട്ടും ബിസിനസ്സുകളൊന്നുമില്ല, ഇൻഡസ്ട്രിയൽ ബേസ് കുറവാണ്. ആസാമിൽ ഇൻഡസ്ട്രീസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ബാങ്കുകൾ കൂടുതലും എന്തായിരിക്കും? ഡെപ്പോസിറ്റ് സ്വീകരിക്കും. ലോണ് കൊടുക്കലേ കുറവാണ്. കാരണം ലോൺ വാങ്ങാനുള്ള സ്ഥിതിയില്ല ആൾക്കാർക്ക്. അത് തന്നെയാണ് കാരണം. പ്രിഫറൻസ് ഫോർ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ആൾക്കാർ കൂടുതലും ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. എന്താണ് ഈ പറയുന്ന CDR റേഷ്യോ എന്ന് പറയുന്നത്? ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് വരുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. അത് ചെറിയൊരു ഭാഗമാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒരു സെപ്പറേറ്റ് പറഞ്ഞാൽ പോരെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.